വലിയ നോമ്പിൻ്റെ 6-ാം ഞായറാഴ്ച ധ്യാനത്തിനായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 42-ാം വാക്യം. യേശു അവനോട്, കാഴ്ച പ്രാപിക്ക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യെരിഹോവിനരികെ വഴിയരികിൽ യാചകനായിരുന്ന മനുഷ്യൻ യാത്രക്കാരുടെ സഹായത്താൽ യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നു. ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് മുന്നടന്നവർ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത് അയാളുടെ കുറിയേലായിസോൻ എന്ന പ്രാർത്ഥനയെയാണ്. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്നർത്ഥം വരുന്ന പ്രാർത്ഥന. ഒരുപക്ഷേ ആരും ഇന്നയോളം അത്രമേൽ ആഴത്തിൽ ആവർത്തിച്ചിട്ടില്ലാത്ത ഒരു പ്രാർത്ഥന. ശിഷ്യരുടെ ശാസനകളിൽ ശിരസ് കുനിക്കാതെ ശരവേഗത്തിൽ നിലവിളിയുടെ ആക്കം കൂട്ടുന്ന ആ മനുഷ്യൻ്റെ രോദനത്തിന് മുന്നിൽ യേശുവിന് നിൽക്കാതെ തരമില്ലല്ലോ. അടുക്കൽ വിളിച്ച് ആഗ്രഹം ആരാഞ്ഞ് കാഴ്ച നൽകിയ രക്ഷകൻ തകർത്തത് കേവലം ഒരാളുടെ ബാഹ്യമായ അന്ധതയല്ല, ചുറ്റും കൂടിയിരുന്ന, ഒപ്പം നടന്നിരുന്ന അനുചാരകരുടെ ആത്മീയ അന്ധതയാണ്. നിലവിളികൾ നിസ്സാരമല്ല. നിരന്തരമായ നമ്മുടെ നിലവിളികൾക്ക് മുന്നിൽ നിൽക്കാതെ നടന്നകലാൻ നാഥന് സാധ്യമല്ല. നിലവിളികൾക്കനന്തരം നന്മ നിനക്കായി നട്ടിരിക്കുന്നു.